ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുഡിംഗാണ്. രണ്ട് തരത്തിലുള്ള പുഡിംഗാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പുഡിങ്ങും ബ്രെഡ് പിസ്ത പുഡിങ്ങും. രണ്ടും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. രണ്ടും സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുക. അതിനുശേഷം പുഡിംഗ് പാത്രത്തിൽ ആദ്യം തന്നെ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്ത പുഡിംഗ് ആണ്. ബ്രെഡ് പിസ്ത പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ വെച്ച് ചൂടാക്കുക. ഇനി നമുക്ക് കുറച്ച് പാലെടുത്ത് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. പുഡിംഗ് പാത്രത്തിൽ ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെയും ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാലെടുത്തതിന് ശേഷം അതിലേക്ക് പിസ്ത ഫ്ലേവർ ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തതിന് ശേഷം ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഈ 2 പുഡിങ്ങും തയ്യാറാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.